സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മരിയൻ ഭക്തി ഏറ്റവും അധികം പരിപോഷിപ്പിക്കപ്പെടേണ്ട കാലമാണിതെന്ന് വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. അന്ധകാര ശക്തികൾ തിരുസഭയെയും ദൈവവിശ്വാസത്തെയും തകർക്കുവാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തിന്മയുടെ ഈ ശക്തികൾക്കെതിരെ നിരന്തരം പോരാടുവാൻ മാതാവ് നൽകിയ 2 ആയുധങ്ങളാണ് ഉത്തരീയവും ജപമാലയുമെന്ന് അഭിവന്യ പിതാവ് ചൂണ്ടിക്കാട്ടി. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉത്തരീയ സഖ്യത്തിന്റെ മാസിക പ്രകാശനവും ലോഗോ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. ചടങ്ങിൽ ഉത്തരീയ സഖ്യം ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. വയനാട്ടിലെ വന്യജീവി ആക്രമണം തടയുന്നതിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്ന് CBSI വൈസ് പ്രസിഡന്റും ബത്തേരി രൂപതാധ്യക്ഷനുമായ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ്. ഓരോ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്നും അതിനാൽ എത്രയും വേഗം വന്യജീവി ആക്രമണത്തിന് പരിഹാരം കണ്ടെത്തിയേ മതിയാകൂവെന്നും ഷക്കീന ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. വന്യമൃഗങ്ങൾക്ക് സർക്കാർ നൽകുന്ന സംരക്ഷണം മലയോര കർഷക ജനതയ്ക്കും നൽകണമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ലോക മഹായുദ്ധാനന്തരം സംജാതമായ ദാരിദ്ര്യം മറികടക്കുന്നതിന് തെക്കൻ തിരുവിതാംകൂറിലേക്കും ഇടുക്കി മലബാർ പ്രദേശങ്ങളിലേക്കും കുടിയേറിയ കർഷകർ മണ്ണിൽ പൊന്നു വിളയിച്ച് നൽകിയ നാണ്യവിള സമ്പത്താണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക മേഖല സംരക്ഷിച്ചതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. അന്നത്തെ ഭരണാധികാരികളുടെ നിർദ്ദേശാനുസരണമായിരുന്നു കുടിയേറ്റം. അമ്പൂരി മായം സെന്റ് മേരീസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തെക്കൻ തിരുവിതാംകൂർ കുടിയേറ്റത്തിന്റെ നവതി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കർദിനാൾ. 5 ചങ്ങല പട്ടയം സംബന്ധിച്ച സർക്കാർ തീരുമാനം നീണ്ടുപോകുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം കാർഷിക ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഔദാര്യമല്ലെന്നും അവകാശം നേടിയെടുക്കും വരെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നും പറഞ്ഞു. ഗർഭസ്ഥ ശിശുക്കളെ വധിക്കാനുള്ള നിയമമായ MTP ആക്ട് അഥവാ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എടുത്തുമാറ്റണമെന്ന് ഫാമിലി കമ്മീഷൻ ചെയർമാനും കൊല്ലം രൂപത അധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി. KCBC പ്രോ ലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള മാർച്ച് ഫോർ ലൈഫിന് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രലിൽ കൊല്ലം രൂപത നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. ജീവനെതിരായ എല്ലാ തിന്മകളും എതിർക്കപ്പെടേണ്ടതാണ്. പ്രധാനമായി വേണ്ടത് ഇത്തരം തിന്മകൾക്ക് ബദലായി ജീവന്റെ സംസ്കാരം വളർത്തിയെടുക്കുകയാണെന്ന് ബിഷപ്പ് പറഞ്ഞു. KCYM മാനന്തവാടി രൂപതയുടെ 30ാമത് അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം ദ്വാരക പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടന്നു. മുൻ രൂപതാ പ്രസിഡന്റ് എബിൻ മുട്ടപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KCYM മാനന്തവാടി രൂപതാ പ്രസിഡന്റ് ജിഷിൻ മുണ്ടക്കാത്തടത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥയെയും ക്ഷേമവും പഠിക്കാൻ സർക്കാർ നിയോഗിച്ച JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ എത്രയും പെട്ടെന്ന് പുറത്തുവിടണമെന്ന് KCYM മാനന്തവാടി രൂപത സെനറ്റ് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. നടവയൽ മേഖലാ പ്രസിഡന്റ് നിഖിൽ ചൂടിയാങ്കൽ പ്രമേയം അവതരിപ്പിച്ചു. വരാപ്പുഴ അതിരൂപതയിലെ വൈപ്പിൻ ഫൊറോനയിൽ 14 ഇടവക കേന്ദ്ര സമിതി യൂണിറ്റുകളിലെ കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ സംഗമം പെരുമ്പള്ളി ഹോളി ഫാമിലി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ആരാധനയും തുടർന്ന് ബൈബിൾ പ്രതിഷ്ഠയും കാര്യപരിപാടികളും നടത്തപ്പെട്ടു. വരാപ്പുഴ അതിരൂപത ചാൻസലർ റവറന്റ് ഫാദർ എബിജിൻ അറക്കൽ ഉദ്ഘാടനം ചെയ്തു. വരാപ്പുഴ അതിരൂപത സഹായ മെത്രാൻ റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ പ്രഭാഷണവും നടത്തി. അതിരൂപത BCC ഡയറക്ടർ റവറന്റ് ഫാദർ യേശുദാസ് പഴമ്പിള്ളി സെമിനാർ നയിച്ചു. ഫൊറോന ഡയറക്ടർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ ഒളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഫൊറോന വികാരി റവറന്റ് ഫാദർ പോൾ തുണ്ടിയിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. സിസ്റ്റർ ഡോക്ടർ രേഖ ചെന്നാട്ട് റിലീജിയസ് ഓഫ് അസംഷൻ കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറലായി വീണ്ടും അടുത്ത 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പാരീസ് ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചത്. കഴിഞ്ഞ 6 വർഷമായിട്ട് സിസ്റ്റർ രേഖ അസംഷൻ കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ ജനറലായിട്ട് ശുശ്രൂഷ ചെയ്തു വരികയായിരുന്നു. ഇന്ത്യയിലെ റിലീജിയസ് ഓഫ് അസംഷൻ കോൺഗ്രിഗേഷന്റെ പ്രൊവിൻഷ്യലായും പൂന സെമിനാരിയിലെ ബൈബിൾ പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചോലത്തടം ഇടവകയുൾപ്പെടെ കൂട്ടിക്കൽ ദേശത്തുണ്ടായ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കായുള്ള 2 ഭവനങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു. പ്രളയത്തിൽ 4 വീടുകളാണ് തകർന്നത്. ഇവർ ഉൾപ്പെടെ 18 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനായുള്ള
ശ്രമങ്ങൾ നടന്നു വരികയാണ്. 7 കുടുംബങ്ങൾക്കാണ് ഭവനമൊരുക്കാൻ പദ്ധതിയിടുന്നത്. ഒരു ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. രണ്ടാമത്തെയും മൂന്നാമത്തെയും വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തിൽ അധികാരികൾ കണ്ണു തുറന്നേ മതിയാവൂ എന്ന് KCYM സംസ്ഥാന സമിതി. മാലിന്യ പ്രശ്നങ്ങൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് കാട്ടിത്തരാനും ഇതൊക്കെ നീക്കം ചെയ്യേണ്ടവർ കൃത്യസമയത്ത് അവർ ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന് കാട്ടിത്തരാനും ഒരു മനുഷ്യൻ അയാളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നുവെന്നും KCYM സംസ്ഥാന സമിതി പറഞ്ഞു. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിലെ A+ വിജയികളെ ആദരിച്ചു. തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ആദരിക്കൽ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി, അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആലീസ് ജോസഫ്, KSSS പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. കോട്ടയം അതിരൂപതയിലെ ഇടവകകളിൽ അടുത്ത 3 വർഷത്തേക്കുള്ള പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കായി എല്ലാ ഫൊറോനകളിലും പരിശീലനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യ കൂടിവരവ് ചുങ്കം ഫൊറോനയിൽ നടത്തി. ചുങ്കം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ഫൊറോനയിലെ എല്ലാ ഇടവകകളിലെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ സംയുക്ത കൂടിവരവ് കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസ തീക്ഷ്ണതയും സഭാ സമുദായ സ്നേഹവും മാതൃകയാക്കി സഭയോട് ചേർന്ന് വിശ്വാസ തീക്ഷ്ണതയോടെ ഇടവകകളെ വളർത്തുന്നതിന് പാരിഷ് കൗൺസിൽ അംഗങ്ങൾ കൂട്ടായി യത്നിക്കണമെന്ന് ഉദ്ഘാടന സന്ദേശത്തിൽ അഭിവന്യ പിതാവ് പറഞ്ഞു. പാരിഷ് കൗൺസിലുകളുടെ ദർശനവും ദൗത്യങ്ങളും എന്ന വിഷയത്തിൽ ചാൻസലർ ഫാദർ തോമസ് ആദോപ്പിള്ളിൽ ക്ലാസ് നയിച്ചു. പനത്തടി, കള്ളാർ, വളാൽ, കുറ്റിക്കോൽ, കോടോം, ബേളൂർ പഞ്ചായത്തുകളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കാർഷിക നഷ്ടങ്ങൾക്ക് വിളകളുടെ ആയുസ്സിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് പനത്തടി ഫൊറോന കമ്മിറ്റി ആവശ്യപ്പെട്ടു. സോളാർ വേലി കൊണ്ട് ആനയെ തടയാൻ സാധിക്കാത്തടത്ത് തൂക്കുവേലികൾ, കിടങ്ങുകൾ, കൽഭിത്തികൾ തുടങ്ങിയവ നിർമ്മിച്ച് കർഷകരുടെ ഭൂമി സംരക്ഷിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AKCC ഫൊറോന ഡയറക്ടർ ഫാദർ അനീഷ് ചക്കിട്ടമുറി യോഗം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് ജോണി തോലമ്പുഴ അധ്യക്ഷത വഹിച്ചു. MSMI നവദർശൻ സോഷ്യൽ വെൽഫെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികളുടെ കരിയറിനെ കുറിച്ച് വ്യക്തമായ ധാരണ സ്വയം വളർത്തിയെടുക്കുക, വിവിധങ്ങളായ തൊഴിൽ മേഖലകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യങ്ങളെ മുൻനിർത്തി കരിയർ ഗൈഡും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഷിബു കല്ലറയ്ക്കൽ ക്ലാസ് നയിച്ചു. കണ്ണൂർ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. സെന്ററിൽ നടന്ന ചടങ്ങിൽ MSMI സാൻജോസ് പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ടെസ മാനുവൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് സാമുദായിക പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും പ്രതിസന്ധികളെ അധികാരികളുടെ മുൻപിൽ എത്തിക്കണമെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. തിരുവമ്പാടി പാരിഷ് ഹാൾ ഓഡിറ്റോറിയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഏകദിന സമുദായ നേതൃസംഗമം ചോസൻ 24 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയെയും സമുദായത്തെയും തകർക്കാനുള്ള ഛിദ്രശക്തികളെ പരാജയപ്പെടുത്തുവാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി. സമുദായത്തിന്റെ പരിരക്ഷണവും അവകാശ സംരക്ഷണവും ഉറപ്പു നൽകുന്നവരെയാണ് ഭരണതലത്തിലേക്ക് വിജയിപ്പിക്കേണ്ടതെന്നും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ഉടൻ പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കണമെന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ ആവശ്യപ്പെട്ടു. പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിലെ ഭാരത ക്രൈസ്തവ ചരിത്ര മ്യൂസിയം നവീകരണത്തിന് ശേഷം തുറന്നുകൊടുത്തു. മ്യൂസിയത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത നിർവഹിച്ചു. ചടങ്ങിൽ തീർത്ഥകേന്ദ്ര മാർച്ച് പ്രീസ്റ്റ് റെവറൻഡ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ, തീർത്ഥകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി TJ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു.
കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി സംസ്കൃത കോളേജിലെ MA മ്യൂസിയോളജി വിഭാഗം പ്രൊഫസർ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് മ്യൂസിയത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഏറെ വർഷങ്ങളോളം പഴക്കമുള്ള കല്ലുകളും താളിയോലകളും ചെപ്പേടുകളും തുടങ്ങി ക്രിസ്തീയ പൗരാണികതകൾ നിറഞ്ഞ ഒട്ടനവധി ചരിത്ര മൂല്യങ്ങളുടെ സമഗ്ര കലവറയാണ് തീർത്ഥകേന്ദ്രത്തിലെ ചരിത്ര മ്യൂസിയം. മാലിന്യ കൂമ്പാരം കേരളത്തിന് അപമാനമാണെന്ന് KCYM ഇടുക്കി രൂപത. മാലിന്യ നിർമ്മാർജ്ജനത്തിന് സർക്കാർ ഉടൻ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ KCYM യൂണിറ്റ് തലങ്ങളിൽ പ്രതിഷേധമുയർത്തുമെന്ന് മുന്നറിയിപ്പ്. കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ ഒരു വർഷം നീണ്ടുനിന്ന 75ാം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ലൈഫ് സെന്റർ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആന്റണി ജോൺ MLA മുഖ്യപ്രഭാഷണം നടത്തി. യാക്കോബായ സഭ കോതമംഗലം മേഖലാ അധ്യക്ഷൻ ഏലിയാസ് മോർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണവും മെമന്റോ വിതരണവും നടത്തി. ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് നടന്ന കുടുംബ സംഗമത്തിൽ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ബിഷപ്പ് മൂർ വിദ്യാപീഠം സ്കൂളിലെ പുതിയ നോർട്ടൺ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പും ചെയർമാനുമായ റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നിർവഹിച്ചു. മാനേജർ ഫാദർ തോമസ് K പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ നിർണായ സ്വാധീനം ചെലുത്തിയ കത്തോലിക്ക കോൺഗ്രസ് നിലവിലെ സാമൂഹിക ഇടപെടലുകളിൽ കൂടുതൽ സജീവമാകണമെന്ന് രാമപുരം ഫൊറോന വികാരി ഫാദർ ബെർക്കുമാൻസ് കുന്നുംപുറം. കത്തോലിക്ക കോൺഗ്രസ് രാമപുരം മേഖലാ പ്രവർത്തക സംഗമവും 2024-27 വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും ചക്കാമ്പുഴയിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് അജോ തൂണുങ്കൽ അധ്യക്ഷത വഹിച്ചു. കുവൈറ്റ് സീറോ മലബാർ കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ ദുക്രാന തിരുനാളും സഭാദിനാഘോഷവും സംയുക്തമായി ആഘോഷിച്ചു. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ അപ്പസ്തോലിക് വികാരിയാത്ത് ഓഫ് നോർത്തേൺ അറേബ്യ സീറോ മലബാർ എപ്പിസ്കോപ്പൽ വികാർ ഫാദർ ജോണി ലോണീസ് മഴുവഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു. SMCA പ്രസിഡന്റ് ഡെന്നി കാഞ്ഞുപറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അപ്പസ്തോലേറ്റിന്റെ ഗ്ലോബൽ പ്രവാസി സംഗമം കൊയിനോനിയ 2024 ജൂലൈ 20 സെന്റ് തോമസ് കോളേജ് ബിഷപ്പ് വയലിൽ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും. രാവിലെ 9:30 കുർബാനയോടെ സംഗമത്തിന് തുടക്കമാകും. 10:30 ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്യും. രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി നടത്തുന്ന പാലിയേറ്റീവ് വിഭാഗത്തിന്റെ സമർപ്പണം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് മലേപ്പറമ്പിൽ നിർവഹിക്കും. മാർസ്ലീബ മെഡിസിറ്റി പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി പ്രഖ്യാപിച്ചിട്ടുള്ള മെഡികെയർ പ്രോഗ്രാം മെഡിസിറ്റി ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഉദ്ഘാടനം ചെയ്യും. പാലാ രൂപത പ്രവാസി അപ്പസ്തോലേറ്റ് കുട്ടികൾക്കായി നടത്തുന്ന വ്യക്തിത്വ വികസന പരിശീലന പരിപാടി വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത് ഉദ്ഘാടനം ചെയ്യും. YMCA തിരുവനന്തപുരം സ്പിരിച്വൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ക്ലർജി ഫെലോഷിപ്പുമായി സഹകരിച്ച് പുരോഹിത സമ്മേളനം സംഘടിപ്പിച്ചു. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികളുടെ പങ്ക് എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രധാന വിഷയം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ R ക്രിസ്തുദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ പള്ളികളിൽ നിന്നുള്ള വികാരിമാർ, YMCA അംഗങ്ങൾ, YMCA ജനറൽ സെക്രട്ടറിമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിന് ഓട്ടോണമസ് പദവിയും NAC A ഗ്രേഡും ലഭിച്ചു. കോളേജിൽ നടന്ന മെറിറ്റ് ഡേയിൽ കോളേജ് രക്ഷാധികാരി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് ഓട്ടോണമസ് പദവി ലഭിച്ച കാര്യം അറിയിച്ചത്. NAC അക്രഡിറ്റേഷനിൽ ആദ്യ സൈക്കിളിൽ തന്നെ A ഗ്രേഡ് ലഭിച്ച വിവരവും മാർ കല്ലറങ്ങാട്ട് വ്യക്തമാക്കി. അക്കാദമിക മികവ്, ഉയർന്ന പ്ലേസ്മെന്റ്, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രഗത്ഭരായ അധ്യാപകർ, ഉയർന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം തുടങ്ങിയവ കൈവരിച്ചതുകൊണ്ടാണ് UGC ഓട്ടോണമസ് പദവി നൽകിയത്. ഈ വർഷത്തെ ലോഗോസ് ക്വിസിന് ഒരുങ്ങാൻ സഹായിക്കുന്ന ലോഗോസ് ക്വിസ് ഗെയിം ആപ്പിന്റെ 8ാം പതിപ്പ് പ്രകാശനം ചെയ്തു. വെള്ളയമ്പലത്ത് നടന്ന ചടങ്ങിൽ ഗെയിം ആപ്പിന്റെ മലയാളം പതിപ്പ് തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ R ക്രിസ്തുദാസും ഇംഗ്ലീഷ് പതിപ്പ് വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജൻ H പെരേരയും പുറത്തിറക്കി.
ലോഗോസ് ക്വിസിന്റെ പാഠഭാഗങ്ങൾ വിവിധ റൗണ്ടുകളിലായി ഉൾക്കൊള്ളിച്ച് ഗെയിമിന്റെ രൂപത്തിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ക്രമീകരിച്ചിരിക്കുന്ന ആപ്പ് ലോകം മുഴുവനുമായി നിരവധി പേരാണ് ഓരോ വർഷവും കളിക്കുന്നത്. നൂറ്റാണ്ടുകളോളം സമുദായം പിന്തുടരുന്ന ജ്ഞാനായ തനിമയെ കാത്തു പരിപാലിക്കുന്നതിൽ യുവ ജ്ഞാനായ സമൂഹം തീക്ഷ്ണത വെച്ച് പുലർത്തണമെന്ന് കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രയം പറഞ്ഞു. യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് കുറ്റൂർ സെന്റ് മേരീസ് മലങ്കര ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ സംഘടിപ്പിച്ച ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗ് മലങ്കര ഫൊറോന തല പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് നീതി ലഭിക്കുന്നതിനായും യുവജനത ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫൊറോന പ്രസിഡന്റ് എബ്രഹാം നെടിയുഴത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.